ഇന്നത്തെ വീഡിയോയിൽ ഏറനാട്ട് സ്വരൂപമായ സാമൂതിരി രാജാവ് മാമാങ്കോത്സവത്തിൽ നിലപാട് തറയിൽ സ്ഥാനം വഹിക്കാനുള്ള അധികാരം കൈവശപ്പെടുത്തിയത് എങ്ങനെയെന്ന് നോക്കാം. കേരളവർമ്മ രാജാവിന് ശേഷം രവിഗോദവർമ്മ എന്നു പേരായ മഹാരാജാവാണ് 38 സംവത്സരത്തോളം പെരുമ്പടപ്പ് രാജ്യം ഭരിച്ചിരുന്നത്. രാജേന്ദ്ര ചോളന്റെ ആക്രമണത്തിന് ശേഷം പെരുമ്പടപ്പ് സ്വരൂപത്തിൽ നിന്ന് മാമാങ്കോത്സവത്തിന് ആദ്യമായി പോയത് ഇദ്ദേഹമായിരുന്നു. ചേരമാൻ പെരുമാളുടെ കാലത്തിന് ശേഷം ചക്രവർത്തി സ്ഥാനം ലഭിച്ചിരുന്ന വീരകേരള വംശത്തിലെ രാജാക്കന്മാരായിരുന്നു 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന മാമാങ്ക മഹോത്സവത്തിനെത്തുന്ന രാജാക്കന്മാർക്കുള്ള സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ നിലപാട് തറ എന്ന സ്ഥലത്ത് എഴുന്നള്ളിയിരുന്നത്. എന്നാൽ ആ വംശത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഈ കാര്യത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ പ്രദേശം അക്കാലത്ത് സാമാന്യം പ്രബലനും അതിനടുത്ത രാജ്യത്തെ രാജാവുമായ വള്ളുവ കോനാതിരി എന്ന വള്ളുവനാട് രാജാവ് കൈവശപ്പെടുത്തി. അങ്ങനെ മാമാങ്കോത്സവത്തിന്റെ നിലപാട് തറയിൽ സ്ഥാനം വഹിക്കാനുള്ള അധികാരം ആ രാജാവ് തന്നെ സ്വീകരിച്ചു വന്നു. 4-5 മാമാങ്കോത്സവങ്ങൾ വള്ളുവ കോനാതിരി രാജാവിന്റെ ചക്രവർത്തി സ്ഥാനത്തോടുകൂടി തന്നെ നടന്നു. അതിനുശേഷം ആ സ്ഥാനം തനിക്ക് കൈവശപ്പെടുത്തണമെന്ന് ഏറനാട്ട് സ്വരൂപമായ സാമൂതിരി മഹാരാജാവിന് ആഗ്രഹം തുടങ്ങി. പോറളാതിരി രാജാവിനെ ജയിച്ച് കോഴിക്കോട് പ്രദേശവും മറ്റും ഉൾപ്പെട്ട പോലനാട് കൈവശപ്പെടുത്തിയതും ആ വഴിക്ക് ധനവും ജനസ്വാധീനവും ക്രമത്തിൽ വർദ്ധിച്ചു വന്നതും മൂലം സാമൂതിരി മഹാരാജാവ് നല്ല പ്രബലനായി തീർന്നിരുന്നു. അതുകൂടാതെ കോഴിക്കോട് നിന്ന് വടക്കുള്ള ചില പ്രദേശങ്ങളും അദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു. അപ്രകാരം പ്രാബല്യം നേടിയെടുത്ത സാമൂതിരി രാജാവ് വള്ളുവ കോനാതിരിയേക്കാൾ തനിക്കാണ് പ്രാധാന്യമെന്നും അതിനാൽ നിലപാട് തറയിലുള്ള സ്ഥാനം തനിക്ക് കിട്ടേണ്ടതാണെന്നും ബലമായ വാദം പുറപ്പെടുവിച്ചു. കേരള ബ്രാഹ്മണരായ നമ്പൂതിരിമാരും ഈ വാദത്തിൽ 2 പക്ഷത്തിലും പങ്കുകൊണ്ടിരുന്നു. നമ്പൂതിരിമാർ ഇക്കാലത്തിന് വളരെ മുമ്പ് തന്നെ ശുകപുരം കൂറ, പന്നിയൂർ കൂറ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 2 കൂറുകാരായി തിരിഞ്ഞിരുന്നു. ആ കൂറുകാർ നടക്കുന്ന കാര്യങ്ങളിലും രാജാക്കന്മാർ തമ്മിൽ നടക്കുന്ന കാര്യങ്ങളിലും അവർ ഓരോ ഭാഗം പിടിച്ച് വാദിക്കുകയും മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ പതിവനുസരിച്ച് നിലപാട് തറയിലുള്ള സ്ഥാനത്തെ പറ്റിയുള്ള വാദത്തിലും അവർ തരം പോലെ ചേർന്നു. ഒരു ബലാബല പരീക്ഷ നടത്തി നോക്കിയിട്ട് ഏത് രാജാവാണ് നിലപാട് തറയിൽ സ്ഥാനം വഹിക്കേണ്ടതെന്ന് തീർച്ചപ്പെടുത്താമെന്ന് ഒടുവിൽ തീരുമാനമുണ്ടായി. വള്ളുവ കോനാതിരി നിലപാട് തറയിൽ ഇരിക്കുമ്പോൾ മുൻഭാഗത്ത് 2 വരിയായി അണിനിരന്ന് ആയുധം ധരിച്ചു നിൽക്കുന്ന വള്ളുവനാട് പടയാളികളുടെ ആയുധങ്ങൾ തടുത്തുകൊണ്ട് അതിന്റെ നടുവിൽ കൂടി സാമൂതിരിയുടെ ഒരു പടയാളിക്ക് നിലപാട് തറ വരെ ചെല്ലാൻ സാധിച്ചുവെങ്കിൽ ആ മാന്യസ്ഥാനം സാമൂതിരിക്ക് വള്ളുവ കോനാതിരി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണെന്നായിരുന്നു ആ ബലപരീക്ഷാ നിശ്ചയത്തിന്റെ സ്വഭാവം. ഇങ്ങനെ ഒരു ബലപരീക്ഷ 2 രാജാക്കന്മാർക്കും സമ്മതവുമായിരുന്നു. അങ്ങനെ പരീക്ഷ നടത്തിയതിൽ സാമൂതിരി രാജാവ് ജയിച്ചു. വള്ളുവനാട് രാജാവ് ആ മാന്യസ്ഥാനം സാമൂതിരിക്ക് ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അക്കാലം മുതൽ സാമൂതിരി രാജാക്കന്മാർ പ്രാധാന്യം വഹിച്ചുകൊണ്ടുള്ള നിലയിലാണ് മാമാങ്ക മഹോത്സവങ്ങൾ നടത്തി വന്നിരുന്നത്. പെരുമ്പടപ്പ് സ്വരൂപത്തിൽ രവിവർമ്മ മഹാരാജാവിനും കേരളവർമ്മ മഹാരാജാവിനും മാമാങ്കോത്സവത്തിന് പോകേണ്ട അവസരവും സൗകര്യവും ലഭിച്ചിരുന്നില്ല. രവിഗോദവർമ്മ രാജാവ് ഭരണം തുടങ്ങി ഉടനെ ഉണ്ടായ മാമാങ്കത്തിന് അദ്ദേഹവും വേണ്ട പദവികളോടുകൂടി പോകാൻ തീർച്ചപ്പെടുത്തി. ഓരോരോ രാജാക്കന്മാരും മാമാങ്കോത്സവത്തിന് പുറപ്പെടുമ്പോൾ അവരവരുടെ പരദേവതാ സന്നിധാനത്തിൽ വെച്ച് ചില കർമ്മങ്ങൾ നടത്തി കിരീടം ധരിച്ച് ആഘോഷത്തോടുകൂടി പുറപ്പെടണമെന്ന ഏർപ്പാടുണ്ടായിരുന്നു. അതനുസരിച്ച് രവിഗോദവർമ്മ രാജാവ് വന്നേരി ചിത്രകൂടത്തിൽ ചെന്ന് കിരീടം ധരിച്ച് വേണ്ടത്തക്ക പദവികളോടുകൂടി മാമാങ്ക സ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രബലനും കുറച്ചു കാലമായി മാമാങ്കത്തിൽ പ്രാധാന്യം വഹിച്ചിരുന്ന ആളുമായ സാമൂതിരി മഹാരാജാവിന് പെരുമ്പടപ്പ് മഹാരാജാവ് എത്തിയത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ദൈവികമായി നടത്തി വരുന്ന ആ വക ഉത്സവാദികളിൽ കീഴ്നടപ്പ് പ്രകാരം ആചരിക്കേണ്ട ആചാരവിശേഷങ്ങളെ തെറ്റിക്കുന്ന കാര്യത്തിൽ എത്ര തന്നെ പ്രാബല്യമുള്ള ഒരു രാജാവിനും അക്കാലത്ത് കഴിവും ധൈര്യവും ഉണ്ടായിരുന്നില്ല.
നാടുവാഴികൾക്കും പൊതുജനങ്ങൾക്കും ശുഗപുരം പന്നിയൂർ കൂറുകാർക്കും എല്ലാം കീഴ്നടപ്പ് തെറ്റിക്കുന്നത് വലിയ വിരോധമായിരുന്നു. ചേരമാൻ പെരുമാളുടെ നിശ്ചയമനുസരിച്ച് മാമാങ്കോത്സവത്തിൽ വീരകേരള വംശരാജാവിൻ്റെ കൊടി കണ്ടാൽ മറ്റ് സകല രാജാക്കന്മാരും അവരവരുടെ കൊടി താഴ്ത്തി വന്ദിക്കണമെന്നും നിലപാട് തറയിൽ എഴുന്നള്ളിയിരിക്കുന്നതിന് ആ രാജാവിനല്ലാതെ പിന്നെ മറ്റാർക്കും അധികാരമില്ലെന്നുമാണ് നിശ്ചയിച്ചിരുന്നത്. അതനുസരിച്ച് സാമൂതിരി മഹാരാജാവിന് നിലപാട് തറയിൽ സ്ഥാനം കയറാൻ എഴുന്നള്ളുന്ന രവികോതവർമ്മ മഹാരാജാവിന് ആ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായും ആ മഹാരാജാവിനെ വന്ദിക്കേണ്ടതായും വന്നു. മലയാളത്തിലെ രാജാക്കന്മാരിൽ വെച്ചുള്ള പ്രാധാന്യത്തിൻ്റെ അടയാളമാണെന്ന് കരുതിയിരുന്ന മാമാങ്കത്തിലെ ഉത്കൃഷ്ട സ്ഥാനം കുറെ കാലമായി കൈവശം വന്നിരുന്നത് വീണ്ടും വിട്ടുപോയ സാഹചര്യം പലതരത്തിലും പ്രാബല്യം വർദ്ധിച്ചുകൊണ്ടിരുന്ന സാമൂതിരി രാജവംശക്കാർ വലിയ മാനനഷ്ടമായി കരുതുകയും ഏത് വിധത്തിലും അത് കൈവശപ്പെടുത്താൻ തക്കം നോക്കിയുമിരുന്നു. അതിനായി പല തന്ത്രങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങി. പെരുമ്പടപ്പ് സ്വരൂപത്തിന് വീണ്ടും ഉണ്ടായിത്തീർന്ന അഭിവൃദ്ധിയും സാമൂതിരിയുടെ വർദ്ധിച്ചു വരുന്ന പ്രാബല്യവും ഈ വിധത്തിൽ പിൽക്കാലത്തെ ഏറനാട് പെരുമ്പടപ്പ് കലഹത്തിന് കാരണമായി തീർന്നു. ഏതായാലും രവികോതവർമ്മ രാജാവിൻ്റെ കാലം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. ഈ മഹാരാജാവിൻ്റെ കാലത്താണ് ജ്യോതിശാസ്ത്രത്തിൽ അതിനിപുണനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണൻ ജീവിച്ചിരുന്നതും അദ്ദേഹത്തിന് മഹാജ്ഞാനികളായ 12 മക്കൾ ജനിച്ചതു എന്നാണ് ഐതിഹ്യം. എന്നാൽ അവരെ പറ്റിയുള്ള സംഭവങ്ങളുടെ സ്വഭാവം കൊണ്ട് ഏകദേശം ക്രിസ്തുവർഷം 1000-നും 1300-നും ഇടയ്ക്കായിരിക്കണം അവരുടെ ജീവിതകാലം എന്ന് ഊഹിക്കാമെന്നല്ലാതെ ആ വിഷയത്തിൽ വേണ്ടത്ര തെളിവൊന്നും കിട്ടിയിട്ടില്ല.